ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ട്രേഡേഴ്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്വിക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 13,601 134 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് സെൻസെക്സ് ക്ലോസ് ചെയ്ത് 46,444 437 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 29,883 257 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ഫ്രണ്ട്സ്, മിനിഞ്ഞാന്നത്തെ ഫോളിന് ശേഷം മാർക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു റിക്കവറി നടത്തിയിട്ടുണ്ട്. വി ആർ അവേ ഫ്രം ലാസ്റ്റ് ഹൈന് 170 പോയിൻറ്റ്സ് ഓൺലി. അത് ഒരു അടുത്തൊരു 2 ട്രേഡിംഗ് സെഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ നാളെ തന്നെ അത് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ബി ഹാപ്പി. ഒരു ക്രിസ്മസ് സമ്മാനമൊക്കെ ആയിട്ട് നാളെ തന്നെ 13,800 ക്രോസ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുന്നു. നമുക്ക് ആഗ്രഹിക്കാനും ആശിക്കാനൊക്കെ തന്നെ നിവൃത്തിയുള്ളൂ. എല്ലാം ഓപ്പറേറ്ററുടെ കയ്യിലാണ്. അത് നാളെ കാലത്തേ അറിയുള്ളൂ. സോ ഫ്രണ്ട്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. പ്ലീസ്, ഹംബിൾ റിക്വസ്റ്റാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൾസോ റൈറ്റ് നൗ. താങ്ക് യു. ഓക്കെ, നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതിഗംഭീരമായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വെരി സ്മൂത്ത്. ഓക്കെ, പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,466 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ടുള്ള 13,473. ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പോഴും കൂടിയിട്ട് ഗ്യാപ്പ് വെറും നാമമാത്രമായിട്ട് പറയാം. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 13,619. ഡേ ലോ വാസ് 13,432 ആൻഡ് 134 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് നിഫ്റ്റി 601 അതായത് 13,601 ക്ലോസ് ചെയ്യപ്പെടുകയായിരുന്നു. ആൻഡ് ഇന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് indiavix ഡിക്ലൈനാണ് ആയിട്ടുള്ളത്. 21.92 നിന്ന് 20.49 ലെവലിലേക്ക്. നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹോൾഡ് ഓർ സസ്റ്റെയിൻ അബവ് 13,460 ആ ലെവലിൽ. എന്നാൽ മാത്രമാണ് ഒരു ബുള്ളിഷ് ബേസിലേക്ക് നമുക്ക് റിട്ടേൺ മീൻസ് നമുക്ക് ഒരു മുന്നോട്ടുള്ള പാത ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് കാണിക്കുന്നത് 13,600 ആൻഡ് ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 13,200 to 13,600. If Nifty slips below 13,460, immediately square off your position and go for short. അതിനൊരു സംശയം വേണ്ട. ആൻഡ് ഓപ്ഷൻ ചെയ്യേണ്ട ആയിട്ട് നോക്കുമ്പോൾ മാക്സിമം പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ കഴിയുന്ന 13,000 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500 ആൻഡ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 14,000 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500. കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 14,000 ദെൻ 13,600 പുട്ടിൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 13,500 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,400. ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ആസ് ഐ സെഡ് ബിഫോർ, ഓക്കെ, 13,200 to 13,750. This trading range is according to option data and theory of max pain at 13,200 still remains. That's all for Nifty. Next is Bank Nifty. Bank Nifty എന്നൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് നല്ലൊരു പോസിറ്റീവ് മോഡിലാണ് ഓപ്പണിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്, വിച്ച് വാസ് 29,560. ആൻഡ് വെരി സൂൺ ഇറ്റ് ടേൺ നല്ലൊരു വോളറ്റൈൽ മോഡിലേക്ക്. ആൻഡ് ഡേ ലോ വെൻറ്റ് അപ്പ് ടു 29,446. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു സ്മാർട്ട് റിക്കവറി ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആൻഡ് കണ്ടിന്യൂസ് ആ ഒരു മൊമെൻറ്റം ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഇൻട്രാഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 29,941 ആൻഡ് 257 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 29,883 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ള ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്കാണ് ഡെയിലി സ്കെയിലിൽ. ഇന്നലെ അതേസമയം ഡ്രാഗൺ ഫ്ലൈ ഡോജി ആയിരുന്നു. ഓക്കെ, സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ കഴിയുന്നത് മെയിനായിട്ട് ഇറ്റ് ഷുഡ് ഹോൾഡ് അബോവ് ഓർ സസ്റ്റെയിൻ 29,500. ആൻഡ് എന്നാൽ മാത്രമാണ് നമുക്കൊരു 30,250 or 30,550 ആ ഒരു ലെവലിലേക്ക് വിത്തിൻ 2 സെഷനിൽ ബാങ്ക് നിഫ്റ്റിനെ കാണാൻ കഴിയുള്ളൂ. നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു സീ ദാറ്റ് ലെവൽസ് ടുമാറോ ഇറ്റ് സെൽഫ്. ഓക്കെ, ആൻഡ് അതേസമയം സപ്പോർട്ട് ലെവൽ 29,550, സെക്കൻഡ് ഈസ് 29,250 ആണ്. ആൻഡ് ഇന്ന് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത് വേദാന്ത, മാക്സ് ഫിനാൻഷ്യൽ സർവീസ്, വിപ്രോ, ഇൻഫോസിസ്, ബർജർ പെയിൻറ്റ്, ടാറ്റ സ്റ്റീൽ, സിപ്ല, ബൈക്കോൺ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, HUL, ഗ്രാസിം, മെനി മോർ. ഓക്കെ, അതേസമയം വീക്ക്നെസ് PNB, HPCL, SDFC, Axis Bank, XYZ. That's all for Bank Nifty. Next is നാളത്തേക്കുള്ള intraday picks.
ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന പിക്സ് എല്ലാം ഇന്നത്തെ ഗെയിനേഴ്സ് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹോപ്പ് യു പീപ്പിൾ ആൾസോ ഗെയിൻഡ് വെൽ ടുഡേ. ഫ്രണ്ട്സ്, യു എസിൽ നിന്നുള്ളൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ കിട്ടിയതാണ്. വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡ്രോപ്പ്. ഓക്കെ, അതും 3 വീക്ക് ലോ ആണ്. സോ അതിൻ്റെ ഒരു ഹാപ്പി മൂഡ് അവരുടെ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഹൈലൈനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചർ ആയാലും ശരി, സ്റ്റോക്സ് ആയാലും ശരി. ഈവൻ നമ്മുടെ SGX നിഫ്റ്റിയും ഹൈലൈനാണ് ട്രേഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹാപ്പി എത്ര നേരം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് നാളെ പ്രതീക്ഷിക്കാം, ഒരു ഗ്യാപ്പ് അപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ക്രോസിങ് 13,800 tomorrow itself. First one is momentum, buy above 713, target 725. You can short at 704, target you can decide. Next is JSW Steel, buy above 367, target is 378. You can short same stock also below 363, target you can decide. Next is Indigo, buy above 1660, target is 1688, and you can short same thing 1658 below. Next is India Bull, buy above 204, target 212. You can short same stock below 198, no target. Next is Cholafin, buy above 376, target is 386. You can short below 372. Next is Wipro, Infosys, Polycab, Laura Labs, Reliance, Bajaj Finance, HDFC Bank. ഇത്രയും സ്റ്റോക്സ് നിങ്ങളുടെ റഡാറിൽ കീപ്പ് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ടുമോറോ ചാൻസ്. ഓക്കെ, ഇൻട്രാഡേ അല്ലെങ്കിലും ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. നെക്സ്റ്റ് ഈസ് FIS ആൻഡ് DIS ഡാറ്റ. FISൻ്റെ ഭാഗത്തു നിന്ന് 536 crore പർച്ചേസിംഗ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. വളരെ കുറവാണ്. ഇന്നലെയും ഒരു കുറച്ച് തന്നെ പർച്ചേസിങ് നടത്തിയിട്ടുള്ളൂ, ബിക്കോസ് ഓഫ് ക്രിസ്മസ്. ഓക്കെ, അത് തന്നെയാണ് റീസൺ, വേറെ ഒന്നുമല്ല. ആൻഡ് അതേസമയം നമ്മളുടെ DIS അവർ 1326 crore ഒരു സെൽ ഓഫാണ് ഇന്ന് മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. ഓ മൈ ഗോഡ്, സംതിങ് ഫിഷി. ഓക്കെ, ആൻഡ് സ്റ്റോക്സ് ഇൻ ദ ന്യൂസ് പറയുകയാണെങ്കിൽ ഇത് 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് മാത്രം. ഭാരതി എയർടെൽ, ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 36 lakhs പുതിയ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഡോണ്ട് മിസ് ഭാരതി എയർടെൽ. അതേസമയം വോഡാഫോൺ ഐഡിയ, ഓക്കെ, കമ്പനി ലോസ്റ്റ് 26.56 lakhs, അതിശയമൊന്നുമില്ല. ഓക്കെ, സോ ഷോർട്ടിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേസമയം ഓറിയൻറ്റ് ബെൽ, മേ ബി മെനി പീപ്പിൾ നോസ് ദാറ്റ് കമ്പനി. ഓക്കെ, അതിൻ്റെ ഒരു നമ്മളുടെ സ്വന്തം പൊറിഞ്ചു വെളിയത്തുണ്ടല്ലോ, അദ്ദേഹം അതിൻ്റെ ഒരു മേജർ ഷെയർ ഹോൾഡറാണ്. ആൻഡ് ഇപ്പോൾ അദ്ദേഹം ആളുടെ പൊസിഷൻ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ സീംസ് ടു ബി ഒരു പെന്നി സ്റ്റോക്കാണ്, ബട്ട് ഭാവി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ബിക്കോസ് ഓഫ് പൊറിഞ്ചു വെളിയത്ത്. ഓക്കെ, ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഫ്രണ്ട്സ്. Standard disclaimer, this is all my personal views. My views may get wrong, so don't follow it blindly. Please consult a financial advisor before you enter the market or trade. That is always better for you. And don't forget to subscribe my channel. Please hit the like button, share it. Money endayil edicholo. Ting. Happy trading. Take care. Good night.